ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 3 ഒന്നല്ലി നാം അധ്യായം 3 സ്വപ്നച്ചിറകിൽ. ഈ അധ്യായത്തിൽ മലാല യൂസഫ്സായിയുടെ പ്രസംഗ ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. മലാല താഴ്വരയിലെ ഗുൽമക്കായി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് മലാല യൂസഫ്സായിയുടെ ഈ പ്രസംഗ ഭാഗം എടുത്തിട്ടുള്ളത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ ശുഭയാണ്. ഈ വീഡിയോയിൽ ഈ അധ്യായത്തിന്റെ വിശകലനവും പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്കാദ്യം ആരായിരുന്നു മലാല യൂസഫ്സായി എന്നൊന്ന് അറിയാം. അതിനുശേഷം പാഠഭാഗത്തിന്റെ വായനയിലേക്ക് കടക്കാം. ആദ്യമായി മലാല യൂസഫ്സായി ആരാണ് എന്നൊന്നറിയാം. മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ്. അവർ പാകിസ്ഥാനിലെ സ്ത്രീകൾക്കു വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടിയും മറ്റും പ്രവർത്തിച്ചു വരുന്ന ഒരു ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ഈ പാകിസ്ഥാനിലെ പല പ്രവിശ്യകളിലും താലിബാൻ അവിടുത്തെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എതിർക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അവകാശങ്ങളും ജീവിതവും ഒക്കെ ദുസ്സഹമായ ഒരവസ്ഥയിൽ മലാല യൂസഫ്സായി 2009 മുതൽ ഇതിനെതിരെ BBC-യിൽ ബ്ലോഗ് എഴുതാൻ തുടങ്ങി. അങ്ങനെ അവർ ലോക ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. ആ സാഹചര്യത്തിലാണ് 2012 സ്കൂളിൽ പോയി തിരിച്ചു വരികയായിരുന്ന മലാല യൂസഫ്സായിയെ താലിബാൻ ആക്രമിക്കുന്നത്. ആ ആക്രമണത്തിൽ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മലാല ഭേദപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. മലാലയുടെ വധശ്രമത്തിന്റെ ഉത്തരവാദിത്തം അന്ന് തന്നെ താലിബാൻ ഏറ്റെടുക്കുകയും അവർ അതിനോട് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, മലാല വധിക്കപ്പെടേണ്ട ഒരു കുട്ടിയാണ് എന്ന നിലപാടാണ് അതിന്റെ വക്താവ് സ്വീകരിച്ചത്. ഇതിനുശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മലാല യൂസഫ്സായി പിന്നെയും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയും അങ്ങനെ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തു. തുടർന്ന് 2014 മലാലയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ നിരന്തരം സ്ത്രീകളുടെയും കുട്ടികളുടെയും മറ്റും അവകാശത്തിനു വേണ്ടി സംസാരിക്കുന്ന മലാല യൂസഫ്സായിയുടെ ഒരു പ്രസംഗ ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാനായി പോകുന്നത്. ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് കേൾക്കാം. അതിനുശേഷം അതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിൻ്റെ ആമുഖമായി 2 വരികൾ നൽകിയിട്ടുണ്ട്, നോക്കുക. ആയുധങ്ങൾക്ക് തോൽപ്പിക്കാനാവാത്ത ആത്മബലം, ജീവിതത്തിൻ്റെ അക്ഷരത്തിളക്കം. അതായത് താലിബാൻ തീവ്രവാദികൾ അവരെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിഞ്ഞില്ല. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും തിരികെ വന്ന മലാല അവരുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ചെയ്തത്. അതിനവർക്ക് കരുത്തു പകർന്നത് അവർ നിരന്തരം എഴുതിയിരുന്ന അക്ഷരങ്ങളാണ്. ഇതിനെക്കുറിച്ച് മലാല തന്നെ ഒരു വാചകം പറയുന്നുണ്ട്. "One child, one teacher, one pen and one book can change the world." ഒരു കുട്ടിക്ക്, ഒരു അധ്യാപകന്, ഒരു പേനയ്ക്ക്, ഒരു പുസ്തകത്തിന് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാനാകും. ഇതുതന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം. നമുക്ക് സ്വപ്നച്ചിറകിൽ എന്ന പാഠഭാഗത്തിന്റെ വായനയിലേക്ക് കടക്കാം. സ്വപ്നച്ചിറകിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മലാല ദിനം എൻ്റെ ദിനമല്ല. ലോകത്ത് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും എല്ലാ കുട്ടികളുടെയും ദിവസമാണ് ഇന്ന്. അപ്പോൾ മലാല പ്രസംഗിക്കുകയാണ്. ഈ ദിവസം, അതായത് മലാല ദിനം. എന്താണ് മലാല ദിനം എന്ന് വെച്ചാൽ, മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന 2012 ജൂലൈ 12 അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചിരുന്നു. അപ്പോൾ അതിനെയാണ് ഇവിടെ മലാല ദിനം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ മലാല ദിനം, അതായത് മലാലയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര സംഘടന ആചരിച്ച ആ ദിനം, അത് മലാലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിവസമാണ് എന്നാണ് മലാല പറയുന്നത്. ഇവിടെ എന്ത് അവകാശത്തെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നതെന്ന് വെച്ചാൽ, വിദ്യ അഭ്യസിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞു, താലിബാൻ തീവ്രവാദികൾ പാകിസ്ഥാനിലെ പെൺകുട്ടികളെ വിദ്യ അഭ്യസിക്കാൻ അനുവദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിന് മുതിരുന്നവരെ അവർ ആയുധങ്ങൾ കൊണ്ട് നേരിട്ടിരുന്നു എന്ന് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സമാധാനവും വിദ്യാഭ്യാസവും സമത്വവും നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. കേട്ടല്ലോ. അപ്പോൾ എന്താണ്? സമാധാനമായി ജീവിക്കുക, വിദ്യ അഭ്യസിക്കുക, പിന്നെ തുല്യതയുണ്ടായിരിക്കുക. ഇതെല്ലാം നമ്മുടെയൊക്കെ അവകാശമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട് ലോകമാകെ. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നെപ്പോലെ ആക്രമിക്കപ്പെട്ട, എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. മലാല യൂസഫ്സായിയുടെ അച്ഛനും
ഇവരെ പോലെ തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനും പിന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിത്വവും കൂടിയാണ്. അപ്പോൾ മലാല യൂസഫ്സായിയുടെ എഴുത്തുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പിന്തുണയായി അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പാകിസ്ഥാനിലെ സാധാരണക്കാരായ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെയുള്ള പിന്തുണ കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ കഴിയണമെന്നില്ല. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് എന്നാണ് മലാല പറയുന്നത്. സമാധാനത്തോടെയും ആത്മാഭിമാനത്തോടെയുമുള്ള ജീവിതവും വിദ്യാഭ്യാസവും സമനീതിയും അവർക്കും അർഹതപ്പെട്ടതാണ്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ പാകിസ്ഥാനിൽ 100 പേര് താലിബാന്റെയും മറ്റും ഭീകരവാദങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെയും വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, 2012 ഒക്ടോബർ 9 താലിബാൻ സൈനികർ എൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തു. എൻ്റെ കൂട്ടുകാരെയും അവർ വെടിവെച്ചു. വെടിയുണ്ടകൾ ഞങ്ങളെ നിശബ്ദരാക്കുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവണം. അപ്പോൾ പലതവണ താലിബാൻ ഇവരുടെ പ്രവർത്തനങ്ങൾ എതിർത്തിട്ടും മലാല എന്ന പെൺകുട്ടി ആ ഭീഷണിക്കൊന്നും വഴങ്ങിയില്ല. അങ്ങനെ വന്നപ്പോൾ അവൾ സ്കൂളിൽ പോയി മടങ്ങി വരുന്ന വഴി താലിബാൻ ആ സ്കൂൾ ബസ് ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ വെടിവെക്കുകയും ചെയ്തു. ഇവർ മരിക്കുന്നതോടുകൂടി ഇവരുടെ ശബ്ദങ്ങൾ അടങ്ങുമല്ലോ എന്നാണ് അവർ കരുതിയത്. പക്ഷേ അവർ പരാജയപ്പെട്ടു. നിശബ്ദതയല്ല, 1000 ശബ്ദങ്ങളാണ് ആ ദിനത്തിൽ ഉയർത്തു വന്നത്. അപ്പോൾ തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി നിശബ്ദയാക്കപ്പെട്ടു എന്ന തോന്നലിൽ അന്നു മുതൽ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങുകയും താലിബാന്റെ ഈ നയത്തിനെതിരെ, ഈ ഭീകരവാദത്തിനെതിരെ ആളുകൾ മുന്നോട്ട് വരികയും ചെയ്തു. വെടിയുണ്ടകളിലൂടെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാമെന്നും സ്വപ്നങ്ങൾ തകർത്തു കളയാമെന്നും അവർ കരുതി. അവർക്ക് തെറ്റി. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരേ ഒരു മാറ്റം ഇതാണ്. ഭയത്തിനും നിരാശയ്ക്കും പകരം ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും എന്നിൽ തളർത്തിരിക്കുന്നു. അതെ, ഞാൻ പഴയ അതേ മലാലയാണ്. എൻ്റെ സ്വപ്നങ്ങൾ മുമ്പത്തേത് തന്നെയാണ്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രം ഒരു സാധാരണ പെൺകുട്ടി വേണമെങ്കിൽ ഭയന്നു പോയേക്കാം, അല്ലെങ്കിൽ ഇനി മേലിൽ എൻ്റെ ജീവിതത്തിന് അപകടമൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി ഒതുങ്ങി മാറി ജീവിക്കുകയും ചെയ്യാം. പക്ഷേ മലാല അതിനൊന്നും തയ്യാറായിരുന്നില്ല. ഇങ്ങനെ ഒരു ആക്രമണത്തിൽ നിന്നും തിരിച്ചെത്തിയിട്ടും പഴയതിനേക്കാൾ ശക്തിയായി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുക എന്നാണ് മലാല തീരുമാനിച്ചത്. ലോകത്തെ നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മുൻഗണനകൾ മാറ്റി നിർണ്ണയിക്കുക. സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളുടെ നയങ്ങൾ തിരുത്തുക. അപ്പോൾ മലാല ലോകത്തെ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കളോടുമായിട്ട്, എല്ലാ അധികാരികളോടുമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മുൻഗണനകൾ എന്താണ്, നിങ്ങളുടെ പ്രയോറിറ്റീസ്, നിങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അതുകളെ മാറ്റി നിർണ്ണയിക്കുക. ഇപ്പോൾ നിങ്ങൾ വലുത് എന്ന് കരുതിയിരിക്കുന്ന നിസ്സാരമായ കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ അവകാശത്തിന് വേണ്ടി കൂടി നിങ്ങൾ പരിഗണന കൊടുക്കുക. മനുഷ്യരെ എല്ലാം സമത്വബോധത്തോടുകൂടി കാണുന്ന, അങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിങ്ങൾ കെട്ടിപ്പടുക്കുക എന്നാണ് മലാല ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചനകളുടെ മുഖ്യ വിഷയം. അത് ഉൾപ്പെടുത്താത്ത ഒന്നും ഇനി സ്വീകാര്യമല്ല. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും കൂടി പരിഗണിക്കുമ്പോഴാണ്. അല്ലാതെ സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ, ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട അവശരായിട്ടുള്ളവരോ ദുർബലരായിട്ടുള്ളവരോ ആയ മനുഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനായി നമുക്ക് നന്നാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പുരോഗമനത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശം കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നാണ് മലാല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ലോകരാജ്യങ്ങളോടും ഞങ്ങൾ പറയട്ടെ, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഓരോ കുഞ്ഞിനും ഉറപ്പുവരുത്തുക. വേദനകളിലേക്കും മുറിവുകളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക. ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് മലാല പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? എല്ലാ കുഞ്ഞുങ്ങൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുക. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് പണം മുടക്കി സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് സർക്കാർ തന്നെ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. മാത്രമല്ല, അവർ സ്കൂളിൽ പോകുന്നുണ്ട് എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്തം ഗവൺമെന്റിന് ഉണ്ട്. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആഹാരവും ഒക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ചില മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിൽ അയക്കാതെ വീട്ടിൽ പിടിച്ചു വെക്കുകയും ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ കൂടെ സ്കൂളിൽ എത്തിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ആരേറ്റെടുക്കണം? സർക്കാർ തന്നെ ഏറ്റെടുക്കണം. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വേദനകളിലേക്കും മുറിവുകളിലേക്കും തള്ളിയിടുന്ന ഒരു സംഗതിയാണ്
യുദ്ധങ്ങളും തീവ്രവാദവും അക്രമവും ഒക്കെ. അപ്പോൾ അതൊന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. എന്ന് മാത്രമല്ല, ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ, ദരിദ്രം എന്ന് പറഞ്ഞാൽ തീരെ പട്ടിണിയായിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിരിക്കും. വികസ്വരം എന്നാൽ എന്താണ്? ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന, വികസനത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളിലെയും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അതാത് രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ ഉറപ്പാക്കിയിരിക്കണം. ലോകത്തിലെ എല്ലാ മതങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെതുമായ എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കുക. അപ്പോൾ പല പല ജാതി മതങ്ങൾ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പലതരത്തിലുള്ള വിവേചനങ്ങളും അസ്വാതന്ത്ര്യങ്ങളും കൽപ്പിക്കുന്നുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അതുകളെല്ലാം എന്ത് ചെയ്യുക? മാറ്റിവെക്കുക. എല്ലാ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാ അവകാശങ്ങളുമുള്ള മനുഷ്യജീവികളായി പരിഗണിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള എല്ലാ അസമത്വങ്ങളും എല്ലാ നീതികേടുകളും മാറ്റിവെക്കുക. സ്ത്രീകൾക്കും ലഭിക്കട്ടെ തുല്യ അവസരവും തുല്യനീതിയും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള അവകാശങ്ങളും നീതിയും ലഭ്യമാകണമെന്ന ആശയമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. കൂട്ടുകാരെ, ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതത്തിന് അവകാശമുണ്ട്. അതിന് സ്കൂളുകളും വിദ്യാഭ്യാസവും വേണം, അറിവും സമാധാനവും വേണം. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്താം. ഒരു കുട്ടി വിദ്യാഭ്യാസം നേടുമ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അറിവിനും അതിൻ്റെ ജീവിതത്തിനുമൊക്കെ തിളക്കമുണ്ടാകുന്നത്. വിദ്യാഭ്യാസം നേടാതെ അതിൻ്റെ പരിസരവുമായി മാത്രം ഇണങ്ങി വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് എന്താണ് മാനുഷികത, എന്താണ് സംസ്കാരം, എന്താണ് ജീവിതം, എങ്ങനെയാണ് സഹജീവികളോടുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഒരിക്കലും ലഭിക്കുകയില്ല. അതിന് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. എങ്ങനെ മികച്ച രീതിയിൽ ഒരു നല്ല പൗരനാവാം എന്നതിന് വിദ്യാഭ്യാസം തന്നെയാണ് അടിത്തറ. അപ്പോൾ ഓരോ കുട്ടിക്കും അത് നേടാനുള്ള അവകാശം ഉണ്ടാകണം. അത് നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികരിക്കണം, അല്ലെങ്കിൽ ശബ്ദമുയർത്തണം. നമ്മുടെ വാക്കുകളുടെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വാക്കുകളുടെ, നമ്മൾ സത്യമാണ് പറയുന്നത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കുകയും അത് ഉറപ്പോടുകൂടി പറയുകയും ചെയ്യുന്നത് നമുക്ക് നന്മ മാത്രമേ കൊണ്ടുവരികയുള്ളൂ. നമ്മൾ കള്ളമൊന്നും പറയുന്നില്ല, സത്യം മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ എന്ന് മാത്രമല്ല, ധൈര്യത്തോടു കൂടി അത് നാം ലോകത്തോട് വിളിച്ചു പറയുകയുമാണ്. അങ്ങനെ വരുമ്പോൾ ലോകം മുഴുവനും നമ്മുടെ കൂടെ നിൽക്കും. ഒരുമിച്ചുള്ള നമ്മുടെ ശബ്ദം ലോകത്തെ മാറ്റിമറിക്കും. ഒരാൾ മാത്രം ഒരു അവകാശത്തിന് വേണ്ടി പോരാടിയാൽ ഒരു പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല എന്ന് വരാം. എന്നാൽ സംഘടിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയാണെങ്കിൽ അത് ഒരു ദിവസം ലോകത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന് മലാല വിശ്വസിക്കുന്നു. അറിവ് കൊണ്ട് നമുക്ക് സ്വയം സജ്ജമാക്കാം. നമുക്ക് സ്വയം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, ഈ ലോകത്തിലെ പുതിയ അറിവുകളെക്കുറിച്ച് അറിയണമെങ്കിൽ, നമ്മെ മറ്റാരും പുതിയ കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താതിരിക്കണമെങ്കിൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആളുകൾക്ക് നമ്മെ പറ്റിക്കാനും ചതിക്കുഴിയിൽ വീഴ്ത്താനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവാം. നമ്മളെ തടയാൻ ആർക്കുമാവില്ല. നമുക്ക് മനുഷ്യരോടുള്ള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഒരുമിച്ച് നിൽക്കുന്നവരെ, പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യരെ ആർക്കും തമ്മിൽ അകറ്റാനോ തമ്മിൽ അടുപ്പിക്കാനോ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ നാട്ടിൽ വളർന്നു വരുന്ന അക്രമങ്ങളും കലഹങ്ങളും കലാപങ്ങളുമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മനുഷ്യർ പരസ്പര സ്നേഹത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ശരിയായ പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് മലാല യൂസഫ്സായി പറഞ്ഞിരിക്കുന്നത്. മലാല താഴ്വരയിലെ ഗുൽമക്കായി, മലാല യൂസഫ്സായിയുടെ പ്രസംഗഭാഗം. വിവർത്തനം ഡോക്ടർ ശുഭ. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ വിശകലനം നടത്തി കഴിഞ്ഞു. ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചുരുക്കി ഞാനൊന്ന് പറയാം. മലാല യൂസഫ്സായി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനെക്കുറിച്ച് അവർ നിരന്തരമായി BBC-യുടെ ബ്ലോഗുകളും മറ്റും എഴുതുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനവർക്ക് നിരന്തരം താലിബാൻ എന്ന ഭീകര സംഘടനയിൽ നിന്ന് താക്കീതുകൾ ലഭിച്ചിട്ടും അവർ പിന്തിരിയാൻ തയ്യാറായില്ല. അന്ന് അവരൊരു കുട്ടിയാണ്, സ്കൂൾ വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെ താക്കീതുകളെല്ലാം അവഗണിച്ചുകൊണ്ട് വീണ്ടും അവളുടെ എഴുത്തുകളും പ്രസംഗവും പ്രതികരണവും ഒക്കെ തുടർന്നു. ആ സാഹചര്യത്തിൽ ഒരു ദിവസം സ്കൂൾ വിട്ട് വരികയായിരുന്ന മലാല യൂസഫ്സായിയെ തീവ്രവാദികൾ ആക്രമിക്കുകയും അവളുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഒരുപാട്
മാസങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം മലാല യൂസഫ്സായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പൂർവാധികം ശക്തിയായി വീണ്ടും കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി അവൾ പോരാടാൻ ആരംഭിച്ചു. ആ സാഹചര്യത്തിലാണ് 2012 ഐക്യരാഷ്ട്രസഭ ജൂലൈ 12 മലാല ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ മലാല ദിനം ആചരിക്കപ്പെട്ട ആ സാഹചര്യത്തിൽ മലാല യൂസഫ്സായി നടത്തിയ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണ് നമ്മളിവിടെ കേട്ടത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസം എത്രമാത്രം പ്രധാനമാണെന്നും അതിനുള്ള അവകാശം എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടെന്നും അത് ഉറപ്പാക്കേണ്ടുന്നത് അതാത് രാജ്യങ്ങളിലെ ഭരണകർത്താക്കളാണെന്നുമാണ്. മറ്റെല്ലാ പ്രയോറിറ്റീസും എല്ലാ മുൻഗണനകളും മാറ്റിവെച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഓരോ രാജ്യത്തെയും ഭരണാധികാരികളും ഭരണക്രമങ്ങളും തയ്യാറാകണമെന്നുള്ള ആശയമാണ് മലാല യൂസഫ്സായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് അവർ തയ്യാറാകാത്ത പക്ഷം നമ്മൾ തന്നെ മുന്നോട്ട് വന്ന്, സ്ത്രീകളും കുട്ടികളും തന്നെ മുന്നോട്ട് വന്ന് ഒത്തുചേർന്ന് ഐക്യത്തോടുകൂടി നിന്ന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭാഷയിൽ കൃത്യമായി പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി അവരവർക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലാല യൂസഫ്സായിയുടെ പ്രസംഗം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് വരുന്നത്. പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് ഇനി നൽകുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാനും അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.